ഷോപ്പിംഗ് ആപ്പിന് യൂറോപ്പ് ചുമത്തിയ പിഴ എത്രയാണെന്ന് അറിയാമോ? 550 മില്യൺ യൂറോ, ഇന്ത്യൻ രൂപ ഏകദേശം 5500 കോടി രൂപ. ഒരു ഷോപ്പിംഗ് ആപ്പിന് ഇത്രയും വലിയ പിഴ എന്തിനാണ്? അലി എക്സ്പ്രസ് എന്ന ചൈനീസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം യൂറോപ്പിന് ഇത്ര വലിയ ഭീഷണിയായി മാറിയത് എങ്ങനെയാണ്? ചൈനയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സാമ്രാജ്യത്തിനെതിരെ യൂറോപ്പ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യൂറോപ്പ് ഇത്രയും വലിയ പിഴ ചുമത്തിയ അലി എക്സ്പ്രസ് എന്താണെന്ന് അറിയാത്തവർ കുറവായിരിക്കും. ചൈനീസ് ഇ കൊമേഴ്സ് ഭീമനായ അലിബാബ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ആണ് അലി എക്സ്പ്രസ്. ആമസോണും ഫ്ലിപ്കാർട്ടും പോലെ തന്നെ. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾ വാങ്ങുന്ന പല ഉൽപ്പന്നങ്ങളും നേരിട്ട് ചൈനയിലെ നിർമ്മാതാക്കളിൽ നിന്നാണ് എത്തുന്നത്. ഇടനിലക്കാർ കുറവായതിനാൽ വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ അലി എക്സ്പ്രസിന് കഴിഞ്ഞു. ഈ കുറഞ്ഞ വിലയാണ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിച്ചത്. യൂറോപ്പിലും ലക്ഷക്കണക്കിന് ആളുകൾ അലി എക്സ്പ്രസിനെ ആശ്രയിച്ചാണ് ഷോപ്പിംഗ് നടത്തുന്നത്. പക്ഷേ ഉപഭോക്താക്കളുടെ എണ്ണം കൂടിയതോടെ മറ്റൊരു പ്രശ്നവും വളർന്നു: വ്യാജവും സുരക്ഷിതവുമല്ലാത്ത ഉൽപ്പന്നങ്ങൾ. യൂറോപ്യൻ കമ്മീഷന്റെ അന്വേഷണത്തിൽ വ്യാജ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, സുരക്ഷാ പരിശോധനകൾ പാസ്സാക്കാത്ത കളിപ്പാട്ടങ്ങൾ, അപകടകരമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, സുരക്ഷിതമല്ലാത്ത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ എന്നിവ അലി എക്സ്പ്രസിൽ ലഭ്യമായിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഏറ്റവും പ്രധാനമായി, ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി നീക്കം ചെയ്യുന്നതിൽ പ്ലാറ്റ്ഫോം പരാജയപ്പെട്ടുവെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആരോപണം. ഈ നടപടിക്ക് പിന്നിൽ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്: ഡിജിറ്റൽ സേവന നിയമം. യൂറോപ്യൻ യൂണിയൻ അടുത്തിടെ നടപ്പിലാക്കിയ ഏറ്റവും ശക്തമായ ഡിജിറ്റൽ നിയമങ്ങളിൽ ഒന്നാണിത്. ഓഫ്ലൈനിൽ നിയമവിരുദ്ധമായത് ഓൺലൈനിലും നിയമവിരുദ്ധമാണെന്നാണ് ഡിജിറ്റൽ സേവന നിയമം പറയുന്നത്. ഞങ്ങൾ വെറും ഇടനിലക്കാരാണ് എന്ന് പറഞ്ഞു മാത്രം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ അപകടകരമായ ഉൽപ്പന്നങ്ങൾ വിറ്റാൽ, വ്യാജ ബ്രാൻഡുകൾ പ്രചരിപ്പിച്ചാൽ, ഉപഭോക്താക്കളെ വഞ്ചിച്ചതിന് അതിന് പ്ലാറ്റ്ഫോമിനും ഉത്തരവാദിത്തമുണ്ടാകും. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അലി എക്സ്പ്രസിന് 550 മില്യൺ യൂറോ പിഴ ചുമത്തിയത്. അലി എക്സ്പ്രസിനെതിരെ യൂറോപ്യൻ യൂണിയൻ എടുത്ത നടപടി ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കമ്പനികൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ തുടർച്ചയായി നടപടികൾ സ്വീകരിക്കുകയാണ്. ഗൂഗിളിനെതിരെ പരസ്യ സാങ്കേതിക വിദ്യയിലും മത്സര നിയമ ലംഘനങ്ങളിലും ബില്യൺ യൂറോയുടെ പിഴയാണ് യൂറോപ്യൻ യൂണിയൻ ചുമത്തിയത്. ആപ്പിളിനോട് ആപ്പ് സ്റ്റോർ നയങ്ങളും ഡിജിറ്റൽ വിപണി നിയമവും പാലിക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടു. മെറ്റയ്ക്കെതിരെ ഉപയോക്തൃ സ്വകാര്യതയും വ്യക്തിഗത വിവരങ്ങളുടെ ഉപയോഗവും സംബന്ധിച്ച് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ടിക്ടോക്കിനെതിരെ കുട്ടികളുടെ സംരക്ഷണവും വിവര സംരക്ഷണവും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി. എക്സ് പ്ലാറ്റ്ഫോമിനോട് നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വിശദീകരണവും തേടിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ സന്ദേശം വ്യക്തമാണ്: ഞങ്ങളുടെ വിപണിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ നിയമങ്ങൾ പാലിക്കണം. അത് അമേരിക്കൻ കമ്പനി ആയാലും ചൈനീസ് കമ്പനി ആയാലും നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നാൽ ഈ തീരുമാനത്തോട് അലി എക്സ്പ്രസ് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 550 മില്യൺ യൂറോയുടെ പിഴ ഒട്ടും ന്യായമല്ല എന്നാണ് കമ്പനിയുടെ പ്രതികരണം. വ്യാജ ഉൽപ്പന്നങ്ങളും നിയമവിരുദ്ധ ലിസ്റ്റിംഗുകളും തടയാൻ കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും തങ്ങൾ സ്വീകരിച്ച നടപടികൾ യൂറോപ്യൻ കമ്മീഷൻ വേണ്ടത്ര പരിഗണിച്ചില്ലെന്നുമാണ് അലി എക്സ്പ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിനെതിരെ നിയമപരമായ എല്ലാ മാർഗങ്ങളും പരിശോധിക്കുമെന്നും കമ്പനി അറിയിച്ചു.